ലൈംഗികപരമായ സുഖം പോലും തന്റെ ഭർത്താവ് തരുന്നില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്, പഠിക്കാൻ വേണ്ടി പറഞ്ഞുതരിക. റസൂലുള്ളാന്റെ സദസ്സിൽ വന്ന ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്താ സഹോദരി? തിരിച്ചു പറഞ്ഞു, റസൂലേ, എനിക്ക് എന്റെ ദാമ്പത്യ സുഖം കിട്ടുന്നില്ല, എന്റെ ഭർത്താവിൽ നിന്ന് എനിക്കത് ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് കാരണം അന്വേഷിച്ചപ്പോ തന്റെ തട്ടത്തിന്റെ കോന്തൽ പിടിച്ച് പെണ്ണുങ്ങനെ ഇളക്കിയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല നബിയെ. അദ്ദേഹം ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയ ഭാഗം. അള്ളാഹുവിന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം. ഇനി അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് പടച്ചോൻ നിനക്ക് നിശ്ചയിച്ചതാണെങ്കിൽ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കതുമായിട്ട് ജീവിക്കാം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഒരു ബന്ധം മാത്രമല്ല ഇസ്ലാമിലെ ദാമ്പത്യം എന്ന് പറഞ്ഞ, മനസ്സിന്റെ ബന്ധമാണ് ദാമ്പത്യം. മനസ്സിന്റെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതിനൊക്കെ രസമുള്ളൂ. അല്ലാതെ കേവലം മൃഗങ്ങളെ പോലെ ആവരുതെന്നും അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നു, നീ നിന്റെ പെണ്ണിനെ സമീപിക്കുമ്പോ ദൂതന്മാരെ അയച്ച് സമീപിക്കണം. സഹാബത്ത് ചോദിച്ചു, റസൂലേ എങ്ങനെ? ചുംബനങ്ങളെ കൊണ്ട് അവളെ അടുത്തേക്ക് പോകണം, മനസ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കണം. മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും അവൾ പരാതി പറയുമ്പോ അല്പനേരം നീ അത് കേട്ടിരിക്കണം. അവളെ ജീവിതത്തിനും അഭിമാനത്തിനും കുടുംബത്തിനും എന്റെ അടുത്ത് നല്ലൊരു സ്ഥാനമുണ്ട് നീ കാണിച്ചു കൊടുക്കണം. എങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റേത് ബന്ധങ്ങൾക്കും ഓരോ രാത്രിക്കും നിങ്ങൾക്ക് മനോഹരം കണ്ടെത്താൻ പറ്റും. ഇതാണ് ഇസ്ലാമിന്റെ ശൈലി, ഇതാ ഇസ്ലാമിന്റെ രീതി.